ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രതിനിധികളായ വോട്ടർമാരോട്, ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദി അറിയിക്കുകയാണ്. ഒരു പാർട്ടിയെ കുറിച്ച്, അവരുടെ നെറികെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ, പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ്. ഒരു യുവാവിനെ കൊല്ലാൻ വേണ്ടി ഇസ്ലാം മത വിശ്വാസിനിയായ ഒരു സ്ത്രീയെ കൊണ്ട് താൻ നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കള്ളം പറയിപ്പിച്ചതും മുസ്ലിം ലീഗാണ്. രാജ്യത്തെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് മുസ്ലിങ്ങളെ 2ാം ഘട്ട പൗരന്മാരാക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചവരുടെ പാർട്ടിയും ലീഗാണ്. മസ്ജിദിനു വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത അറുമുഖൻ എന്നയാൾ ഹിന്ദുവായതിന്റെ പേരിൽ അയാൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയും ലീഗാണ്. യത്തീം മക്കളുടെ സ്ഥലം തട്ടിയെടുത്ത പാർട്ടിയും ലീഗാണ്. വിധവകളുടെ സമ്പാദ്യം വരെ തട്ടിപ്പറിച്ച കമറുദ്ദീന്റെ പാർട്ടിയും ലീഗാണ്. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ലെന്ന് പ്രസംഗിച്ച KM ഷാജിയുടെ പാർട്ടിയും ലീഗാണ്. റമളാൻ 27-ാം രാവിൽ കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കുത്തിക്കൊന്ന പാർട്ടിയുടെ പേരും ലീഗാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കേരളത്തിന് അനുവദിച്ചു കിട്ടിയ വോട്ട് വിറ്റ് കാശാക്കിയവരുടെ പാർട്ടിയും ലീഗാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് പാസാക്കുമ്പോ അതിനെതിരെ വോട്ട് ചെയ്യാതെ ബിരിയാണി വിളമ്പിയ പാർട്ടിയുടെ പേരും ലീഗാണ്. വെട്ടിക്കുളത്തക്കുവ മസ്ജിദിൽ കുത്തുബ് നടന്നുകൊണ്ടിരിക്കുന്ന ഖത്തീബിനെ ആക്രമിച്ച നമസ്കാരം തടസ്സപ്പെടുത്തിയവരുടെ പാർട്ടിയും ലീഗാണ്. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന RSSന്റെ കൂടെ ചേർന്ന് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗ് തന്നെയാണ്. ഓണപ്പറമ്പിലെ പള്ളിയും മദ്രസയും കത്തിച്ചവരുടെ പാർട്ടിയും ലീഗാണ്. സുനാമിയുടെ പേര് പറഞ്ഞ് ദുരിതമനുഭവിക്കുന്നവരുടെ ചിത്രമെടുത്ത് പിരിവ് നടത്തി ആ പണം മുക്കിയവരുടെ ലീഗാണ്. താനൂരിലെ കോർമൻ കടപ്പുറത്തുള്ള SSF ഓഫീസ് ആക്രമിച്ച് ഖുർആനും കിതാബുകളും കത്തിച്ച പാർട്ടിയുടെ പേരും ലീഗാണ്. ഓർമ്മയിലുണ്ടാവണം, ഓർമ്മയിലുണ്ടാവണം. മദ്രസ അധ്യാപകനായ അബ്ദുൽ ഖാദറിന്റെ തലയിൽ കമ്പിപ്പാറ കൊണ്ടടിച്ചു കൊന്ന പാർട്ടിയുടെ പേര് അതും ലീഗാണ്. ബാബരി മസ്ജിദിന്റെ തങ്കത്താഴികക്കുടങ്ങൾ ഈ മണ്ണിലേക്ക് പതിച്ചപ്പോ ഭരണത്തിലുണ്ടായിരുന്നവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒത്താശ പാടിയവരുടെ പാർട്ടിയുടെ പേരും ലീഗാണ്. ബാബരി മസ്ജിദ് പൊളിക്കുമ്പോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത അന്നത്തെ ഭരണക്കാർക്ക് മുമ്പിൽ ഒരക്ഷരം നാവ് കൊണ്ട് ഉരിയാടാതെ പാർട്ടിയുടെ പേരും മുസ്ലിം ലീഗാണ്. ഈ ഗതികേടിന്റെ പേരോ, ഈ ഗതികേടിന്റെ പേരോ, ഈ നാണക്കേടിന്റെ പേരോ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗുകാരനാണ് ഈ മണ്ണിൽ ജനാധിപത്യത്തെ പറയുന്നത്, മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്. നുണച്ചാക്കുകളും പണച്ചാക്കുകളും ഒത്തുചേർന്നാലൊന്നും എലിയപ്പറ്റയിലെ സഖാവിന്റെ ഒരു രോമത്തെ തൊടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എലിയപ്പറ്റയുടെ മണ്ണികത്തോട്ടാണ്. ഈ മണ്ണ് ചെങ്കടലാണ്, ഈ മണ്ണ് ചെഞ്ചോരയാണ്. ഈ മണ്ണിൽ ഒരു മതവർഗീയ ബാധയ്ക്കും സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ്. എലിയപ്പറ്റയുടെ മണ്ണിൽ വെച്ച് നിങ്ങളോട് ഒന്നല്ല 1000 വട്ടം പറഞ്ഞതാണ് വലതുപക്ഷക്കാരാ. നിങ്ങളോട് പറഞ്ഞില്ലേ 16-ാം തീയതി പുലരുമ്പോ ഈ മണ്ണിൽ ചെങ്കൊടി പാറിപ്പിച്ചുകൊണ്ട് നാടിന്റെ നന്മ, നാടിന്റെ നേര്, നാടിന്റെ വികസന നായകൻ നൗഷാദ് വരുമെന്ന് കണ്ണ് തുറന്ന് കണ്ടോ? മാളത്തിൽ ഒളിച്ചിരിക്കാതെ കണ്ണ് തുറന്ന് കണ്ടോ ലീഗുകാരാ? ഇത് നൗഷാദിന്റെ മണ്ണാണ്, നൗഷാദിന് പെറ്റിട്ട മണ്ണാണ്, നൗഷാദ് പിറന്നു വീണ മണ്ണാണ്, നൗഷാദ് നടന്നു നീങ്ങിയ
പുണ്യവടികളാണ്. നൗഷാദിന്റെ മണ്ണിൽ നൗഷാദിനെ തോൽപ്പിക്കാൻ ഒരു മരുമകനും ഈ മണ്ണിലോട്ട് വരണ്ട എന്ന് കഴിഞ്ഞ 8-ാം തീയതി ഇവിടുത്തെ ലീഗുകാരോട് ഈ മൈക്കയിലൂടെ ഞാൻ അന്ന് പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്തിയതാണ്. ഇനിയും നിങ്ങൾക്ക് അധികാരമോഹമുണ്ടെങ്കിൽ ഒന്നുകൂടെ വരാം. ചരിത്രം വഴിമാറും. ചിലർ കടന്നു വരുമ്പോ പാക്കത്താന പോരെ ഇന്റെ കാളിയുടെ. കേരളത്തിലെ ഓരോ വോട്ടർമാരും നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോ 11-ാം തീയതിയൊക്കെയുള്ള വോട്ടല്ലേ. ഇപ്പോ നാളെ വോട്ടിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഓരോ സുന്നി പ്രവർത്തകരും വളരെയധികം ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. ഇപ്പൊ മുനവർ അലി ശിഹാബ് തങ്ങൾ, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവരെ കുടുംബ പാരമ്പര്യമൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലുള്ള മുജാഹിദ് ആശയം പേറുന്ന വ്യക്തികളാണ് മറ്റുള്ള പള്ളിയുടെ ഖാദികൾ. അവരെ ആശയങ്ങളാണ് മൗദൂദിസത്തിന്റെ നിറകുടങ്ങളായിട്ട് ഇപ്പൊ നമ്മളെ പള്ളികൾക്കൊക്കെ കയറി വരിക എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നാളത്തെ വോട്ടും 11-ാം തീയതി ചെയ്യാൻ പോകുന്ന വോട്ടുകളും. സുന്നികൾ ജാഗ്രത പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പട്ടാണിപ്പള്ളി, മുഹീദ്ദീൻ പള്ളി, അങ്ങനെ ഒട്ടനവധി പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ, കോഴിക്കോടിന്റെ മർമ്മഭാഗത്തുള്ള പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ, ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ നമുക്ക് ഒരുപാട് പള്ളികൾ നഷ്ടപ്പെടും. ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെ കയറി നിരങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണും ചെയ്യും. അതുകൊണ്ട് നാളെ ചെയ്യാൻ പോകുന്ന വോട്ട്, അല്ലെങ്കിൽ 11-ാം തീയതി ചെയ്യാൻ പോകുന്ന വോട്ട് ചിന്തിച്ചിട്ട് ജനാധിപത്യ അവകാശം വിനിയോഗിക്കേണ്ട നേർമാർഗങ്ങളുണ്ട്, ആ നേർമാർഗത്തിൽ ഉപയോഗിക്കണം. ഇതുപോലുള്ള തിട്ടൂരങ്ങൾക്കും ഇതുപോലുള്ള പൈശാചികമായിട്ടുള്ള പരിപാടികൾക്കും വേണ്ടിയിട്ട് നമ്മളെ വോട്ട് വിനിയോഗിക്കരുത്. വികസനം വരും. വികസനം ഇപ്പോൾ മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും വികസനം വരും. കേരളത്തിലെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തവാകാശമൊന്നും മുസ്ലിം ലീഗിന് ഏറ്റി കൊടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആര് ഭരിച്ചാലും ചോദിക്കേണ്ടത് ചോദിച്ചു വാങ്ങാൻ പറ്റിയ പണ്ഡിതന്മാർ തലപ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള ആൾക്കാർ നമ്മളെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വികസനം കൊണ്ടുവരാൻ നമ്മളെ പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്. AP ഉസ്താദിനെ പോലത്തെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയപ്പോൾ സുന്നികൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസങ്ങളും മറ്റേ മതബൗദ്ധിക വിദ്യാഭ്യാസം എല്ലാവിധ ലെവലിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നോളജ് സിറ്റി. അത് ഒരു ഗവൺമെന്റ് കൊടുക്കുന്നതല്ല, അതൊരു പണ്ഡിതന്റെ ചിന്താഗതിയാണ്. ആ പണ്ഡിതന്റെ ദീർഘവീക്ഷണമാണ്. ആ വീക്ഷണം മതി നമുക്ക് സുന്നികൾക്ക് പിടിച്ചു നിൽക്കാൻ. അല്ല ഇവരെ ഒരു നേതാക്കന്മാരില്ലെങ്കിലും നമുക്ക് ചെല്ലേണ്ടത് ചെന്നിട്ട് പ്രധാനമന്ത്രിനോടാലും ശരി മറ്റേ മുഖ്യമന്ത്രിനോടാലും ശരി നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു MLA ഒരു MP ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പൊ സുന്നികളൊന്നും ചിന്തിക്കുക. ഇതുപോലത്തെ വഹാബിസം മൗദൂദിസം പേര് നടക്കുന്ന ഒരു MP-മാരും ഒരു ജനപ്രതിനിധികളും നമുക്ക് വേണ്ടാന്ന് ഈ 11-ാം തീയതിയും നാളത്തെ വോട്ടെടുപ്പ് നടക്കുന്ന നാളത്തെ ദിവസവും സുന്നികൾ ഇനി സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആയിക്കോട്ടെ, ദക്ഷിണ കേരളന്റെ ആയിക്കോട്ടെ, സംസ്ഥാന കേരളന്റെ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സുന്നികൾ ഒന്ന് കണ്ടറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ വലിയ സ്ഥാനങ്ങളും വലിയ വലിയ മറ്റേ വിദ്യാഭ്യാസ അല്ലെ ദീനി പ്രബോധന രംഗത്ത് ഉയർന്നു നിൽക്കുന്ന സമുച്ചയങ്ങളും നമുക്ക് നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്തണ്ടെന്നുണ്ടെങ്കിൽ ഈ മൗദൂദി കൂട്ടുകെട്ടിനെ പൊളിച്ചടക്കിയിട്ട് ഈ തദ്ദേശ സ്വയംഭരണ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടത് മർമ്മത്ത് കൊടുത്തിട്ട് ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും സുന്നികൾ തയ്യാറായിരിക്കണം. വെറുതെ തെരുവിലിറങ്ങിയിട്ട് 4 മറ്റേ സിന്ദാബാദ് വിളിച്ചിട്ടും കാര്യമില്ല. കുത്തേണ്ട രൂപത്തിൽ കുത്തണം. അത് ഇപ്പോഴാണ് കുത്തേണ്ടത്. ഇതുപോലുള്ള മൗദൂദിസം തലക്ക് പേര് നടക്കുന്ന തങ്ങന്മാരായാലും ശരി മൗല്യന്മാരായാലും ശരി അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ നമ്മൾ തയ്യാറാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. മോഹിനി തങ്ങളെ മൈരാന്ന് വിളിച്ച പാർട്ടിയും പൂക്കോയ തങ്ങളെ പാവാട തങ്ങളെന്ന് വിളിച്ച പാർട്ടിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പാപ്പാല ജൂദാസാന്ന് വിളിച്ച പാർട്ടിയും പണ്ഡിയന്മാരെ കോലം കൊണ്ടുപോയി കത്തിച്ച പാർട്ടി ഇങ്ങനൊക്കെ തകരാതെ പോയ പാർട്ടിയാണ്. പള്ളിയിൽ കയറിയിട്ട് കട്ടോടത്തോളം മുഴുവൻ ഇന്ത്യൻ യൂണിയൻ തെമ്മാടി മുനാഫിക്ക് ലീഗ് കൂടി കൂട്ടിയെ ചേർത്ത പറഞ്ഞോളൂ. ഒക്കെ ടൈമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇതിനോട് ഒരുപാട് പറയാനുണ്ട്. പൂക്കോയ തങ്ങളെ പാവാട തങ്ങളെ എന്നൊരു കാലത്ത് ലീഗേര് വിളിച്ചത് ബാഫക്കി തങ്ങൾ ഉപ്പാപ്പൊക്കെ പന്നിമാംസം വിളമ്പുന്ന കാർട്ടൂൺ വരച്ച് എൻ്റെ വീട്ടിൽ ചുമരിന്റെ മുകളിലല്ല വരച്ചത്, ചന്ദ്രിക പേപ്പറിൽ മുസ്ലിം ലീഗിന്റെ മുന്തിയ പാത്രമാണെന്ന് കൊണ്ടടക്കണത് അല്ലേ. പട്ടിക്കാട് ജാമ്യാന്നൂരിൽ നിന്ന് അതെ EK ഉസ്താദിനെ പുറത്താക്കി ലീഗരൊക്കെ കൂടി. എന്റെ വീട്ടിൽ നിന്നല്ല പുറത്താക്കിയത്. ജിഫ്രി തങ്ങളെ ജൂദാസാന്ന് വിളിച്ചു. എന്റെ വീട്ടിലുള്ളവരെ പോയിട്ട് അല്ല വിളിച്ചത്. ജിഫ്രി തങ്ങളെ അറിയാ, ജൂദാസാന്ന വിളിച്ചത്. എന്റെ വീട്ടിലല്ല വിളിച്ചതെന്ന്. ഏതാടോ സമുദായം എന്ന് പറഞ്ഞത്? UAB കള്ള് കച്ചവടം MSL പാസ്സാക്കിയത്. ലോട്ടറി കച്ചവടം പാസ്സാക്കിയ ആള് CH. ബാങ്കിലേക്ക് പെണ്ണുങ്ങളെ നോമിനിയായി നിയമിച്ചത് മുസ്ലിം ലീഗാ. പെണ്ണുങ്ങളെ പൊതുരംഗത്ത് ഇറക്കൽ ഇസ്ലാമിന്റെ ഷറാ.
അതില്ലാതെ എന്ത് സമുദായടോ? ഈ സമുദായത്തെ പറഞ്ഞാടോ വഖഫ് കാക്കല്? ഈ സമുദായത്തെ പറഞ്ഞാടോ പിന്നെ പിരിവ് നടത്തിയാട്ട് ഫണ്ട് ശേഖരിച്ചായിട്ട് മുക്കല്? ഈ സമുദായത്തിൽ പറഞ്ഞാടോ കള്ളു കച്ചവടം? ഈ സമയത്ത് MDMഉം ലഹരി മരുന്നുകളും പാണക്കാട് ശിഹാബ് തങ്ങളെ വാനിൽ കയറ്റി സെയിൽ നടത്തല്? ഇതൊക്കെ നുണയാണ്, പച്ചയിലുള്ള സത്യമല്ലേ? ജനങ്ങളിൽ തട്ടിപ്പാക്കി പല ഗുജറാത്ത് ഫണ്ട് മറ്റു ഫണ്ടുകൾ പിരിച്ചിട്ട് മുക്കല്, അത് ഈ സമുദായത്തിൽ പറഞ്ഞാടോ? സമുദായം നാറ്റിക്കാനുള്ള ഒരു പാർട്ടിയാണ് വഹാബി ലീഗ്. അത് ശരി, ഇനി വരുന്ന ഇലക്ഷനിൽ ഈ വഹാബി ലീഗ് തോറ്റു വരും, അതുറപ്പാണ്. കാരണം കുറെയൊക്കെ അക്കലുള്ള ചെറുപ്പക്കാരിപ്പോ ഉണ്ട്, ബുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ട്. നിങ്ങളെ ഈ തമ്മാടിത്തം കണ്ടുകൊണ്ട് ആൾക്കാർ, പണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ആളറിയില്ല, സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട്. ആളുകൾക്ക് എത്ര മുന്നേ ഷിഹാബ് തങ്ങളെ കാലത്തല്ല, അതിന്റെ മുന്നേ പാണക്കാട് തങ്ങളെ പാലക്കാട് വെച്ച് തച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പാർലമെന്റ് ഇലക്ഷന്റെ മുന്നേ, അതിൽ മഞ്ചേരി ഇലക്ഷനിൽ നിൽക്കുന്ന സേട്ടുവിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നാ 5 ലക്ഷം ഭൂരിപക്ഷമായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ അസ്തമിച്ച് മക്കളെ. ഇന്ന് വിദ്യാഭ്യാസം ഇവരുള്ള ആണും പെണ്ണും ഉണ്ട്. നിങ്ങളെ തമ്മാടിത്തരും, നിങ്ങൾ ഫണ്ട് വെക്കുന്നത് വഖഫ് വെക്കുന്നത് ഇവർ കാണുന്നുണ്ട് കേട്ടാ. ആ ഓർമ്മ നല്ലതാ. നിങ്ങൾ കണ്ണ് പൂട്ടി വെച്ച ഇരുട്ടാണെന്നുള്ളതല്ലേ, അത് കഴിഞ്ഞു പോയി. എന്ത് നന്മയോടോ മുസ്ലിങ്ങൾക്ക് ലീഗ് ചെയ്യുന്നത്? പിന്നെ അതിൽ കുറച്ച് ചൂടായെങ്കിൽ എന്താ അത്ഭുതപ്പെടാനുള്ളത്? തമ്മാടിത്തല്ലാതെ എന്ത് ഹൈറാടോ ലീഗിന്റെ കയ്യിലുള്ളത്? മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലീഗ്? മുസ്ലിങ്ങൾക്ക് ദ്രോഹമല്ലാതെ എന്തെങ്കിലും ഹൈർ ലീഗ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ടോ ലീഗ് പറഞ്ഞ മുനാഫിക് ലീഗാടോ, ശരിയായ ലീഗല്ല, മുനാഫിക് ലീഗ്. നല്ല മനുഷ്യന്മാരാക്കട്ടെ. ആദ്യം എന്റെ ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന തെമ്മാടി ലീഗിന് ആ തെമ്മാടികളെ നന്നാക്കാൻ വേണ്ടി വരക്കടൂ. രണ്ടക്ഷരം അറബിയിൽ എഴുതി കൊടുത്തിട്ട് വായിക്കാനാ, അത് ഫർജി എന്ന് പറഞ്ഞ ആ ചെങ്ങായിനെ പോയി നേരാക്കടോ. ഫർജി എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്ന് പറഞ്ഞടിക്ക. ഞങ്ങളെ നേരാക്കാൻ പറ്റും. ആദ്യം നിങ്ങളെ നേതൃത്വം തലപ്പത്തിരിക്കുന്ന ആളുകൾ നേരാക്കിയിട്ടുണ്ട്, വരുന്നിട്ട് നാട്ടുകാരെ നേരാക്കാൻ വന്നാൽ മതി. എല്ലാം വണ്ടി വിട്. നിങ്ങളങ്ങനെ നാട്ടുകാരെ നേരാക്കാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നേരാക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളതെന്ന് ചോദിക്കണത്. ഒരു 2 അക്ഷരം എഴുതി കൊടുത്തിട്ട് അറബിയിൽ എഴുതി കൊടുത്തിട്ട് അവിടെ ഫർജി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് പറഞ്ഞടിക്ക. അങ്ങനെ പാണക്കാട് പോയി ചോദിച്ചു നോക്ക്. പാണക്കാട് എന്ന് പറയുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല. ഈ പാണക്കാട് ഏത് സയ്യിദിനാണ് ഇപ്പൊ നിലവിലുള്ള നമ്മൾ പിൻപറ്റേണ്ടത്? അബ്ദുള്ള പറഞ്ഞ സയ്യിദിനാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അല്ല വീഡിയോ കോള് ചെയ്ത ആ സയ്യിദിനാണോ? അല്ലെങ്കിൽ അറിവില്ലാത്ത സയ്യിദിനാണോ? ഏത് സയ്യിദിനാണ് നമ്മളിപ്പോൾ പിൻപറ്റേണ്ടത്? അന്നുകൂടി നിങ്ങൾ പറഞ്ഞു തരണം. പിന്നെ വേറൊരുത്തന്നെ ബിസിനസ്സുകാരനാണ്, ഓന് ഫിത്നയായിട്ട് നടക്കുന്ന ഒരുത്തനാണ്. ഏത് ഇതിനാന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പാരമ്പര്യ സമസ്തക്കാർ മുഷാവറിന്റെ ഒപ്പം നിൽക്കൂ. അപ്പൊ പാണക്കാട്ടുകാർ സമസ്തക്കെതിരല്ലേ? പാണക്കാട്ടുകാർ സമസ്തക്കെതിരായത് കൊണ്ടാണല്ലോ സമസ്ത മുഷാവറ എടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്തത്. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടന മുഷാവറായിരിക്കും. അതായത് ഏത് സംഘടനയും പ്രഥമ ബോഡി, ആ ബോഡിന്റെ ഒപ്പം നിൽക്കാൻ കഴിയാത്തത് സമസ്തക്കാരല്ല. നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ജയിപ്പിച്ചൊക്കെയാണെങ്കിലേ നിങ്ങളിപ്പം ഉണ്ടാക്കണത് നോക്കണ്ട. തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ കുറുക്കന്മാരമായിട്ട് നിങ്ങൾ മുണ്ടാതെക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും സമസ്തയിലുള്ളവരൊക്കെ കള്ളന്മാരാണ്, സമസ്ത മുഷാവറ കള്ളത്തരാണ്, ജിഫ്രിത്തങ്ങൾ മറ്റേ സഖാവാണ്, ജൂദാസാണ്. വിധിയുള്ള പല ആളുകളും ഓപ്പണായി പറഞ്ഞതല്ലേ. ഇപ്പം മുണ്ടാതെ നിൽക്കണത് നോക്കണോ? പല ആളുകളും തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു മാസം ഇങ്ങോട്ട് ആവുമ്പോൾ മുണ്ടാതെ കുത്തും. എന്തെടുത്ത് കുത്തിയാലും മുണ്ടൂല. എന്നിട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ 4.5 കൊല്ലം വഹാബിസം വളർത്തും ചെയ്യുക, സുന്നിനെ തകർക്കും ചെയ്യുക. എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കണം മക്കളെ. ഇതൊക്കെ മറികടക്കണം നിങ്ങൾ കേട്ടോ. ആ തീട്ട പരിപാടിയും തരികിടൊന്നും നടക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടി. ആ തരികിട പരിപാടിയും തീട്ട പരിപാടിയൊക്കെ നിർത്തിയാണ്ടേ നിങ്ങള് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതേ വഹാബിസം വളർത്താനല്ല, സുന്നത്ത് ജമാഅത്ത് വളർത്താനല്ല. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണെന്നുള്ള അയക്കൂടി നടക്കി. അല്ലാതെ സാജിന്റെ മാതിരി ഖുർആൻ ഓതിയിട്ടും സലാമിന്റെ മാതിരി ഖുർആൻ വിശദീകരിച്ചിട്ടും സുന്നിയാളെ കുത്തിയിട്ടും നടന്നാലേ ഏസം പണി ഉണ്ടാവും. തെരഞ്ഞെടുപ്പാണ് മറികടക്കാൻ കേട്ടോ. നോക്കി മറ്റേതിപ്പോ എന്തൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് വണ്ടി എടുക്കണ്, ഇറങ്ങണ്, ആളെ കൊണ്ടുവരണേ, വോട്ട് ചെയ്യിപ്പിച്ചേ, വോട്ട് ചോദിച്ചാൽ പോണ്. ഇനി വെള്ളയും പള്ളി ഇട്ടാണ് നിങ്ങളാണ്ട് ഇറങ്ങിക്കൂടി, നിങ്ങളാണ്ട് പണി എടുത്താണ് നിങ്ങളാണ്ട് ജയിച്ചോടി കേട്ടോ. വെള്ളയും പള്ളി ഇട്ടാണ് ഇങ്ങനെ കുത്തിറക്കുക.
എന്നിട്ട് APക്കും പറഞ്ഞ് തമ്മിൽ തല്ലിച്ച, എന്നിട്ട് ഞങ്ങൾ അതിനും വേണ്ടി ഇങ്ങൾക്കും വേണ്ടി വോട്ടിന് ചോദിച്ചാനും വേണ്ടി ഇറങ്ങുക. അല്ലേന് പരിപാടി, കാര്യമായിട്ട് തല്ലേന് പരിപാടി. രണ്ട് മുട്ടനാടിനെ തമ്മിൽ കുത്തിച്ചാണ്ട് ചെന്നായ ചോര കുടിച്ചും ചെയ്യാം. അവിടെ കുടിച്ചതിൻ്റെ ശേഷം സുന്നി പണ്ഡിതന്മാരെ മൊത്തത്തിൽ വഹാബിൻ്റെ ഒപ്പം കൂടിയാണ്ട് കുറ്റം പറയാം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറ്റിമറിച്ചുക, ചാനൽ ചർച്ചകളിൽ ഇരുന്നാണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുക. ഇതൊക്കെ തല്ലേന് പണി. നീ വെള്ളിയും പള്ളി ഇട്ടാണ്ട് പണിക്കിറങ്ങി, എന്നിട്ട് പണിയെടുത്താണ്ട് ജനങ്ങളോട് വികസനമൊക്കെ പറഞ്ഞാണ്ട് വോട്ട് ചോദിക്കും. അപ്പം നിങ്ങൾ ജയിച്ചു, അങ്ങനെ നിങ്ങൾ ജയിച്ചോളി, അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളതുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇനി ജയിച്ചൂല. ഏത് ഔദാര്യത്തിൻ വോട്ടുകളൊന്നും ഇക്കുറി നിങ്ങൾ നേടൂല, കേട്ടില്ല? ആ വോട്ട് നിങ്ങൾ എന്തായാലും കുറി നേടൂല. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണ്ട് ഇത് നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. 1000 ഷജറകൾ ഉള്ളൊരു നാട്ടിൽ ലീഗിന് യുടെ ആ ശക്തി ക്ഷയിപ്പിക്കാനോ അല്ലെങ്കിൽ സമസ്തന്റെ ജനങ്ങളുടെ ആ വീര്യം കെടുത്താനൊക്കെ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ളത് അവർ മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേണ്ടതുപോലെ അവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മക്കൾ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആരാണെങ്കിലും, ഏത് പേരുള്ള മുസ്ലിം പേരുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ അതൊരു നേട്ടം ഉണ്ടാക്കുന്ന എല്ലാ ചെറിയ ആത്മവിശ്വാസക്കുറവിന് എല്ലാ കാരണവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്കും മനസ്സിലാകുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് വഴി പറഞ്ഞുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നല്ല ഭരണം കാഴ്ചവെച്ച് പ്രൂവ് ചെയ്തവരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കേരളത്തെ ശരിയായ പാതയിൽ കൊണ്ടുപോകാൻ പറ്റും. അത് തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. ഞാൻ ഏതാ വിഷയം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത അല്ലേ. ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി എല്ലാ വിഷയങ്ങളിലും മറുപടി പറയാൻ വേണ്ടി മാധ്യമങ്ങളെ കാണും. ധൈര്യത്തോടെ ഒരു ആത്മവിശ്വാസം അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാത്തിനും മറുപടി പറയുന്നത്. ഒന്നിനും മറുപടി പറയുന്നില്ലല്ലോ. ഞാൻ പറയാം, ഇപ്പോൾ ഒരു ലൈവായിട്ടുള്ള 1-2 കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. കോൺഗ്രസ് ശരിക്കും നടപടിയെടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ആക്കി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.